മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് അങ്ങ് പോവുകയാണല്ലോ. ജൂൺ 1-ാം തീയതി മഴക്കാലത്ത് എടുത്താൽ പൊങ്ങാത്ത ബാഗും തോളിലിട്ട് സ്കൂളിലേക്ക് അങ്ങ് പോവുകയാണ് അല്ലേ. ഇവിടെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ ഇവിടുത്തെ ഓരോ ക്ലാസ്സുകളിലെയും ക്ലാസ് ടീച്ചർമാർ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് ആ ടീച്ചർമാരെ ഈ കുട്ടികളെ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. അവർ അതിന് നോട്ടീസൊക്കെ തരും, നമുക്ക് എന്നാണ് വരുന്നതെന്നൊക്കെ ഉള്ളത്. വീട്ടിലേക്ക് വന്ന് കുട്ടികളെ കണ്ടിട്ട് ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, നമ്മുടെ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയും. നമ്മൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ അവർ ഫോട്ടോ എടുക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പോകും. അതാണ് ഇവിടെ ചെയ്യാറുള്ളത് പൊതുവെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ സപ്ലൈസ് എല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതായത് സ്കൂളിലേക്ക് ആവശ്യമുള്ള ക്രയോൺസ്, ഗ്ലൂ, പെൻസിൽ, പേപ്പേഴ്സ്, ബുക്സ്, ഫയൽസ്, സിസേഴ്സ്, അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സ്കൂളിൽ തന്നെ ഒരു സെറ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. അതിനൊക്കെ ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ വളരെ നേരത്തെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്റ്റോറിൽ പോയി അവർ തരുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അത് വളരെ സ്പെസിഫിക് ആണ്. അവർക്ക് പെൻസിലിൻ്റെ ഒക്കെ നമ്പേഴ്സ് പോലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ പോയി വാങ്ങുന്നത് കുറച്ച് പാടാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ സപ്ലൈസ് എല്ലാം ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് സ്കൂൾ സപ്ലൈസ് എല്ലാം ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന ദിവസമാണ്. സ്കൂൾ സപ്ലൈസ് എല്ലാം വൈകിയുടെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പം നമുക്ക് ആ കിറ്റ് എടുത്ത് തരും. അതെല്ലാം ഇവരെ കൊണ്ട് തന്നെ അടുക്കി വെക്കും. ഇവർക്ക് ഇഷ്ടമുള്ള സീറ്റ് പോയിട്ട് ചൂസ് ചെയ്യാം. അവരുടെ ആ സീറ്റിൽ പോയി ഇരിക്കാം. അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് സ്കൂളിൽ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അത് റെഗുലർ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. പക്ഷെ നമുക്ക് ആ സമയത്തും പാരൻസിന് വേണമെങ്കിൽ കൂടെ പോകാം. ഇവിടെ അങ്ങനെയാട്ടോ. ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോയി. എനിക്ക് തോന്നുന്നു നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആണ്. പക്ഷെ നമുക്ക് ഇവരുടെ കൂടെ പോയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയി ഇരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ സ്കൂളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് സ്കൂൾ സപ്ലൈസ് എല്ലാം ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ട ദിവസമാണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണേ. Vaiga, are you excited? Yes. എന്താ ചെയ്യാൻ പോണേ? Supplies. School drop off. Supplies? Drop off. Drop off. Yeah. Again. She's going again. Except in a different. Hey Sakshi. Say hi to the vlog. Say hi. No, not again. Kissy. Chichima. Where is my kissy? സ്കൂൾ സപ്ലൈസ് ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ട് ഒരു നിശ്ചിത സമയം തന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്തിനുള്ളിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ കാർ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. എല്ലാവരും വന്നിട്ട് വഴിയിലൊക്കെ ആയിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണോ ഇരിക്കേണ്ട വൈകിക്ക്? ബിക്കോസ് മിയ എവിടെ ഉണ്ടല്ലേ. എവിടെ പേര് എഴുതിയിരിക്കുന്നത്? Oh, gee. How many boys are in this class? That's heavy. സാക്ഷി ബോർ അടിച്ചോ? Yeah, boy. തേർഡ് ഗ്രേഡ്. വൈകിയുടെ പേര് എവിടെ? എല്ലാ വർഷവും സ്കൂൾ സപ്ലൈസ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ കിൻഡർ ഗാർഡൻ മുതൽ വൈകിയെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും വൈകി പോയി കാണാറുണ്ട്. എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് പേരെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടാവും. എത്ര സന്തോഷമാണെന്നറിയുമോ അവർക്കൊക്കെ ഓരോ കുട്ടികളെയും കാണുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ വൈകിനെ ഫസ്റ്റ് ഗ്രേഡിൽ പഠിപ്പിച്ച ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. 1-2 അല്ല, 38 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണത്. അവരുടെ ഒരു സ്നേഹവും കൈൻഡ്നെസ്സും എന്താ പറയുക, വാംത്, അത് കുട്ടികളിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പേരൻസിലേക്ക് കൂടി അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. 4 decades of experience.
എക്സ്പീരിയൻസ് എന്താ സുമ്മാവാ. So grown up. It's beautiful. I had your sister. I had your sister. Yes, Micah was with me. Yeah, she was. Hopefully you'll Yes. be in her class too. ദാ ഈ കാണാൻ പോകുന്നത് വൈകനെ കിൻഡർ ഗാർഡനിൽ പഠിപ്പിച്ച ടീച്ചറാട്ടോ. ഈ ടീച്ചർ നമ്മുടെ നെയ്ബർ കൂടിയാണ്. തൊട്ടടുത്താണ് പുള്ളിക്കാർ താമസിക്കുന്നത്. ഇവിടുത്തെ സ്കൂളുകളിൽ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഇതൊരു എലമെൻ്ററി സ്കൂളാണ്, അതായത് പ്രൈമറി സ്കൂൾ. 5ാം ക്ലാസ് വരെയുള്ളൂ ഈ സ്കൂളിൽ. പക്ഷേ ഇതിനകത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ ഓടിട്ട സ്കൂളിലിരുന്ന് പഠിച്ച നമ്മൾക്കൊക്കെ ഒരു അത്ഭുതം തന്നെയാവും. ജിമ്മ്, ബാസ്കറ്റ്ബോൾ കോർട്ട്, പ്ലേ ഗ്രൗണ്ട്, ആർട്ട് റൂം, മ്യൂസിക് റൂം, വിശാലമായ കഫറ്റീരിയ, ലൈബ്രറി എന്നു വേണ്ട സകലതും ഇതിനുള്ളിലുണ്ട്. ഈ റൗണ്ടിലുള്ള സ്പേസ് കണ്ടില്ലേ, ഇതിനവർ റീഡിംഗ് പിറ്റ് എന്നാണ് പറയുന്നത്. കുട്ടികളെ വട്ടത്തിലിരുത്തി കഥയൊക്കെ വായിച്ചു കൊടുക്കുന്നത് ഇവിടെയാണത്രേ. ഒരു കുഞ്ഞ് എലമെൻ്ററി സ്കൂളിലെ ലൈബ്രറി. നീ കോളേജിൽ പോകുമ്പോൾ കാണാൻ കുറേ കാഴ്ചകൾ, ഭയങ്കര സംഭവമായിരിക്കും. ഡെസ്കിന് പിന്നിലിരിക്കുന്ന ഒരാൾ മാത്രമല്ല ഇവിടുത്തെ പ്രിൻസിപ്പാള്. ദാ കുട്ടികളെ എല്ലാവരെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാള് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, സ്കൂളിൻ്റെ എൻട്രൻസിലാണ് കുട്ടികൾ ചോക്കൊക്കെ വരച്ച് കളിക്കുന്നത്. നാട്ടിൽ ഇത് വല്ലതും അനുവദിക്കുമോ? പോരാത്തതിന് അടി കിട്ടുന്നതും മിച്ചം, എല്ലായിടവും വരച്ച് വൃത്തിയേടാക്കി എന്ന് പറഞ്ഞ്. ഇവിടെ കുട്ടികൾ ഇങ്ങനെയാണ് വളരുന്നത്, വരച്ചും കളിച്ചും തെറ്റുപറ്റിച്ചും തിരുത്തിയും. അങ്ങനെ ഞങ്ങൾ സ്കൂൾ സപ്ലൈസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വൈകനെയും കണ്ണനെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സാക്ഷിയുടെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവൾക്ക് 9th മന്തിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 9th മന്തിൽ വാക്സിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു ഹാപ്പി അപ്പോയിൻമെൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. First day school. That's all I want to do. Excited for 3rd grade? വൈക ഇന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ഷൂസൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി ചെറുത് നല്ല ഉറക്കമാണ്. അവളെ ഇനി അങ്ങനെ എടുത്ത് കാർ സീറ്റ് വെക്കണം. അപ്പോൾ എണീറ്റ് വരുമ്പോൾ നല്ല ഉറക്കമായിട്ട് അവള്. എനിക്ക് സങ്കടം വരുന്നു അവളെ എടുക്കുന്നത്. ഒരാൾ നല്ല ഉറക്കമാണ്. വൈകിയുടെ കൂടെ ഫസ്റ്റ് ഡേയിൽ പോകേണ്ടത് കൊണ്ട് മാത്രം അവളെ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എണീപ്പിക്കില്ലായിരുന്നു. നല്ല ഉറക്കം ആവുണ്ട്. സാധാരണ വൈകിനെ കാറിലാണ് കൊണ്ടുപോയി വിടുന്നത്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂൾ ആയതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നടന്ന്, ഫസ്റ്റ് ടൈം അല്ല നമ്മൾ നടന്നു പോകുന്നത്. ചാർജർ എടുത്തോ നീന് ലാപ്ടോപ്പിൻ്റെ? നേരെ നടക്ക്. ഇപ്പോഴും മൂൺ ഇവിടെ തന്നെ ഉണ്ട് വൈക. എത്ര മണിക്ക് അലാറം വെച്ചേ? 6 a.m. മാമനും വരുന്നുണ്ട്. കണ്ണൻ മാമ ഫാൻസിലേക്ക് ഹിയർ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് വൈക വെളിച്ചപ്പാടിനെ പോലെയാണ്. സ്കൂളിൽ അറിയാൻ പാടില്ലാത്ത മനുഷ്യരില്ലാന്നേ.
എല്ലാ കുട്ടികളെയും അറിയാം, എല്ലാ ടീച്ചർമാരെയും അറിയാം, എല്ലാ സ്റ്റാഫിനെയും അറിയാം, ഈവൻ ഡ്രൈവറിനെ പോലും അറിയാം. ദാ നോക്ക്, ഏതോ ഒരു ഡ്രൈവർ കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. വൈകി സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ അവസാനം ഇട്ടിട്ടുണ്ട്. അതിലും ഉണ്ട് പുറകെ പോകുന്ന ഏതോ ഒരു ബസ് ഹോണൊക്കെ അടിച്ചിട്ട് ഇവളുടെ അടുത്ത് ഹായ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അമ്മ പറയും ചെറുപ്പത്തിൽ ഞാനും ഇതേപോലെയായിരുന്നു എന്ന്. നാട്ടിൽ അറിയാൻ പാടില്ലാത്ത മനുഷ്യരുണ്ടായില്ല. എല്ലാവരെയും കൈ കാണിക്കും, എല്ലാവരോടും വിശേഷം ചോദിക്കും, ഭയങ്കര ഹാപ്പി ആക്റ്റീവായിട്ടുള്ള ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴും സംസാരത്തിന് കുറവൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. സാധാരണ വൈകനെ കാറിലാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്, തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിലും. സ്കൂൾ ബസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ കുട്ടികൾ കയറി പോകുന്ന കാണുമ്പോൾ ഇവള് അതിൽ കയറണമെന്ന് പറഞ്ഞ് കരയായിരുന്നു. അങ്ങനെ ടീച്ചറാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചത് അവളെ സ്കൂൾ ബസ്സിൽ നിന്ന് ആക്കിക്കൂടെയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇവളെ സ്കൂൾ ബസ്സിൽ തിരിച്ചിങ്ങോട്ട് വരുന്ന പോലെ ആക്കിയത്. അതേതായാലും സൗകര്യമായി എന്ന് തന്നെ വേണം പറയാൻ. സ്കൂൾ ബസ്സിൻ്റെ സ്റ്റോപ്പ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അങ്ങനെ ദാ വൈഗ 3rd ഗ്രേഡിലെത്തി. എനിക്ക് ഇന്നും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഓർമ്മയാണ് കേട്ടോ വൈഗനെ ആദ്യമായിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത്. എത്ര പെട്ടെന്നാണ് കുട്ടികൾ വലുതായി പോകുന്നതല്ലേ. കണ്ണ് ചിമ്മും മുമ്പേ കുട്ടികൾ ദാ വലുതായി. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ സാക്ഷിയെ ഞാൻ കുറച്ച് ടൈറ്റായിട്ടാണ് ഹഗ് ചെയ്യുന്നത്. ഈ ഒരു പ്രായം പെട്ടെന്ന് തന്നെ അവരുടെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ചെറിയ മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്താണ് പോകുന്നത്. വൈകിയുടെ ടൈമിൽ ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആയിരുന്നു. അന്നത്തെ എൻ്റെ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു എന്നാണ്. എന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ വളർത്തിയെടുക്കാൻ എൻ്റെ കാര്യങ്ങൾ പലതും ഞാനന്ന് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഞാൻ 100% എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സാക്ഷി വന്നപ്പോൾ എൻ്റെ ചിന്തകൾ വേറെ രീതിയിലായിരുന്നു കേട്ടോ. ദൈവമേ, ഇനി ഇതേപോലൊരു ബേബി എൻ്റെ ലൈഫിൽ വരില്ലായിരിക്കും. അപ്പോൾ പിന്നെ ഇതെൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വളർത്തുന്നത് എൻജോയ് ചെയ്യുവാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും തന്നെ അവളുടെ പേര് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ ആ അമ്മയ്ക്ക് കുഞ്ഞിനെയും ഹാപ്പിയാക്കി വെക്കാൻ പറ്റുള്ളൂ. സ്കൂൾ കഴിഞ്ഞിട്ട് വൈഗ കമ്മിങ് ബാക്ക്. She's running. Look at her. ചേച്ചി 3 മണിയായപ്പോഴത്തേക്ക് വൈകി സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിട്ടോ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ വെളിച്ചപ്പാട് കുട്ടിയുടെ ഫസ്റ്റ് ഡേ സ്കൂൾ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.